സ്ത്രീയുടെ പടം വരുന്നില്ല, പുരുഷന്റെ പടം വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പുരുഷന്റെ പടം വന്നു കഴിഞ്ഞാലും അയാൾക്ക് കാര്യമായി ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഇയാൾ എന്ത് വൃത്തികേടാണ് ഇതിന്റെ അത് പറയുന്നത്. ഇങ്ങനെ ഒരു നീചനായ ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ അത് പുരുഷനായിട്ട് നിന്നിട്ട് പോകും. ഇത് തമിഴ് എന്ന് പറയുന്ന 24-ന്റെ അകത്തൊരു ഡിബേറ്റ് ഒരു പരിപാടിയാണ്, എപ്പിസോഡ്. അതിൻ്റെ അകത്ത് ആ സ്ത്രീ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഒരു പരാതി, ഒരു പീഡന പരാതി കൊടുത്ത് അത് പിന്നെ വ്യാജമാണെന്ന് തെളിയിക്കുകയാണ്. അതിന്റെ മുമ്പേ പൊതുവേ നമ്മൾ കണ്ടുവന്നിട്ടുള്ള എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു പരാതി ഉണ്ടാവുകയാണെങ്കിൽ ജെന്യൂൻ ആയിക്കോട്ടെ ഫേക്ക് ആയിക്കോട്ടെ എന്ത് വരികയാണെങ്കിലും ആദ്യമേ പുരുഷന്മാരുടെയാണ് പൊതുവേ എല്ലാ ഇൻഫർമേഷൻസും വെളിവിടുന്ന, ഫോട്ടോ ആണെങ്കിലും ബാക്കി എന്താണെങ്കിലും. ഇപ്പം ഒരു ഫേക്ക് കേസ് ആണെങ്കിൽ അത് പിന്നെ അറിയത്തല്ലോ. അത്രയും നാളും ഉണ്ടായ ചിലപ്പം ആ ഒരു പുരുഷന്റെ ഫോട്ടോ ഇൻഫർമേഷൻ കൊടുത്തത് കൊണ്ട് ആ പുരുഷൻ ഉണ്ടായത് അത് ഫേക്ക് ആണെങ്കിൽ, ജെന്യൂൻ ആയി ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ ഫേക്ക് ആണെങ്കിൽ അത്രയും നാൾ ആ പുരുഷനുണ്ടായ മാനസികമായിട്ടുള്ള ഒരു വിഷമങ്ങളും നാട്ടിലും സുഹൃത്തുക്കളുടെ ഇടയും ജോലി സ്ഥലത്തും എല്ലായിടത്തും അയാളുടെ പേരും അയാളുടെ എല്ലാം നാമാവശേഷമായില്ലോ. ഇയാൾ പറയുന്നത് കേൾക്കണം. ഇയാൾ പറയാം അതൊന്നും ഒരു പ്രശ്നമല്ല, ഇയാളൊരു പുരുഷനായിട്ടാണ് ഇത് പറയുന്നത്. ഒരു വില പോലും, ഒരു പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല. ഇയാളുടെ ആ സംസാരത്തെ എനിക്ക് മനസ്സിലായതാണ്.